വായ കൊണ്ട് ലിംഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് പരിഗണിക്കേണ്ടുന്ന ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെൺസുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പാർട്ണറിനെ തൃപ്തിപ്പെടുത്താനൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് 10 ഡേറ്റിംഗ് റൂൾസ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുക്ക് FM ത്രൂ വളരെ എളുപ്പം കേട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടനവധി കാറ്റഗറീസ് ഓഫ് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഓഡിയോ രൂപത്തിൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കുക്ക് FM നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 10,000-ലേറെ ഓഡിയോ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് കിട്ടില്ല ഓഫറും കാര്യങ്ങളും ഉണ്ട്. ലവ് 60 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 60% ഡിസ്കൗണ്ടിൽ മന്ത്ലി പാക്ക് വെറും 39 രൂപയ്ക്ക് കിട്ടുന്നതാണ്. സോ ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ലിംഗത്തിന്റെ സ്ട്രക്ചർ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ ഹെഡ് ഏരിയ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഹെഡ് ഏരിയ എന്ന് പറയുന്നത്. അതിനെ ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹെഡ് ഏരിയയുടെ നിറവും കാര്യങ്ങളൊക്കെ പേഴ്സൺ ടു പേഴ്സൺ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളറായിരിക്കും, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളറായിരിക്കും ചിലർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹെഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഈ ഹെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ അഗ്രചർമ്മം ഉണ്ടാവും. അതിനെ ഫോർസ്കിൻ എന്നാണ് പറയുന്നത്. അഗ്രചർമ്മം ഉണ്ടാവും. പക്ഷേ അത് ചില റിലീജിയസ് ബിലീഫിന്റെ ഭാഗമായിട്ട്, കൾച്ചറൽ ബിലീഫിന്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ മെഡിക്കൽ ചില ഹെൽത്ത് കണ്ടീഷന്റെ കാര്യമായിട്ട്, അതായത് അഗ്രചർമ്മം ടൈറ്റായി നിൽക്കുക, ഇല്ലെങ്കിൽ പാരാഫൈമോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഈ ഹെഡിന് താഴെയായിട്ട് അഗ്രചർമ്മം ലോക്കായി നിൽക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ മെഡിക്കൽ റീസൺ എന്ന രീതിയിൽ അത് റിമൂവ് ചെയ്യുന്ന കേസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അഗ്രചർമ്മം ഉണ്ടാവും ലിംഗത്തിന്റെ ഹെഡിനെ കവർ ചെയ്യുന്ന രീതിയിലായിട്ട്. ഇനി ഹെഡിന്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ തലയുടെ ആ ഒരു താടി എന്ന് പറയുന്ന പോലത്തെ ആ ഒരു ഏരിയ, ആ ഏരിയനെ പറയുന്നത് കൊറോണ എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ കൊറോണ എന്നാണ് പറയുന്നത്. ഇനി ഹെഡിന്റെ ടിപ്പ് ഏരിയയിലായിട്ടാണ് ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റും. അതാണ് യൂറിത്രൽ ഓപ്പണിംഗ്. അതായത് ആ മൂത്രനാളി പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ്. ഇതിലൂടെയാണ് ശുക്ലവും പുറത്തോട്ട് വരുന്നത്, അതുപോലെ തന്നെ മൂത്രവും പുറത്തോട്ട് വരുന്ന ഈ സെയിം ഓപ്പണിങ്ങിലൂടെയാണ്. ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇനി ഈ ലിംഗത്തിന്റെ ഹെഡിന്റെ താഴ്വശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കട്ടിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അഗ്രചർമ്മം ഉള്ളവരാണ് ഈ അഗ്രചർമ്മവും ലിംഗത്തിന്റെ ഹെഡുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്കിന്നിന്റെ ഒരു കണക്ഷൻ കാണാൻ പറ്റും. അതിനെയാണ് ഫ്രണ്ടുലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടുലവും ആ ഫ്രണ്ടുലത്തിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴ്വശത്തായിട്ട്, ലിംഗത്തിന്റെ താഴ്വശത്തായിട്ട് കാണാൻ പറ്റും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. പിന്നെ വരുന്നത് ലിംഗത്തിന്റെ ആ ഒരു സ്റ്റെം എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും, ഷാഫ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും, ഹുഡ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് പിന്നെ വരുന്നത്. ഈ സ്റ്റെമ്മിന്റെ കേസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. എനിവേ ഈ ഒരു സ്റ്റെമ്മിൽ ചെറിയ ചെറിയ രക്തക്കൊള്ളുകൾ ഇറക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ, ലിംഗം നല്ല ഇറക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ഒരുപക്ഷെ കാണാൻ പറ്റും. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ കാണണമെന്നൊന്നുമില്ല. അത് സിരകളാണ്. സിരകൾ അങ്ങനെ കാണുന്നത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സ്റ്റെമ്മിന്റെ കേസ് പറയുന്നത്. ഇനി താഴ്വശത്തായിട്ട് നമുക്കിപ്പോൾ ഈ ലിംഗത്തിന്റെ ഈ സ്റ്റെം വന്നിട്ട് ബേസ് ഏരിയ, അതിൻ്റെ ആ ഒരു ബേസ് ഏരിയയിൽ നിന്ന് താഴോട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ വൃഷ്ണസഞ്ചി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എ പെയർ ഓഫ് വൃഷ്ണങ്ങൾ, അതായത് ടെസ്റ്റിക്കിൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. 2 വൃഷ്ണങ്ങൾ കാണാൻ പറ്റും ആ വൃഷ്ണസഞ്ചിയിൽ ഹാങ് ചെയ്ത രീതിയിലുണ്ടാവും. ഇതാണ് ഏകദേശം ഇതിൻ്റെ ഒരു ലിംഗത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം? ഇപ്പോൾ പലരുടെയും ഉത്തരം ലിംഗത്തിന്റെ ആ ഹെഡ് ഏരിയ ആയിരിക്കും ഏറ്റവും സെൻസിറ്റീവ്. ചിലർ പറയും സ്റ്റെം എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇനി ടെസ്റ്റിക്കുലർ ഏരിയയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എൻജോയ്മെന്റ് കിട്ടാറുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പലരുടെയും ഒപ്പീനിയൻ ഡിഫറൻ്റ് ആയിരിക്കും. എങ്കിലും ഇതിന്റെ മെയിനായിട്ട് ഇതിന്റെ സ്റ്റഡീസുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ലിംഗത്തിന്റെ ഹെഡിൽ ആ താഴ്വശത്തായിട്ട് വരുന്ന ഫ്രണ്ടുലവും അതിന്റെ ആ ഒരു ഭാഗവുമാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം എന്നുള്ളതാണ്. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫീലിംഗും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും ഫീലിംഗ് നൽകുന്നതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടുലം ഏരിയ ആണെന്നുള്ളതാണ്. ഇനി ഓരോ ആൾക്കും അതിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പാർട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മൗത്ത് ഉപയോഗിച്ചൊക്കെ പാർട്ണറിന്റെ കേസിൽ ലിംഗം സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ടുലം ഏരിയയെ കാര്യമായിട്ട് പരിഗണിക്കുക. അത് ടങ് ഉപയോഗിച്ചൊക്കെ കാര്യമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ആ ഒരു ആണിനെ സംബന്ധിച്ച് നല്ല രീതിയിലൊരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം മറക്കണ്ട. ഇനി ആൺ സുഹൃത്തുക്കൾ നിങ്ങളുടെ പാർട്ണർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തേക്ക്. കാരണം നല്ല രീതിയിൽ ആ സെക്ഷൽ ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്.